നമസ്കാരം. ഇന്നിതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുകയാണ്. സ്വാഗതം. മലപ്പുറം പാണമ്പ്രയിൽ നടുറോഡിൽ പെൺകുട്ടികൾക്ക് മർദ്ദനം. അപകടകരമായ ഡ്രൈവിംഗ് ചോദ്യം ചെയ്തതിനാണ് സഹോദരികളെ ആക്രമിച്ചത്. തിരൂരങ്ങാടി ചന്തപ്പടി സ്വദേശി CH ഇബ്രാഹിം ഷബീറിനെതിരെ തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തു. ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിനെ. ഇബ്രാഹിം ഷബീർ പെൺകുട്ടിയുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. 5 തവണയോളം മുഖത്തടിച്ചെന്ന് പെൺകുട്ടി പറഞ്ഞു. എങ്ങനെ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അപ്പം അനുഭവിച്ചത് ഇതാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇടിച്ചിട്ട് ഞങ്ങൾ വണ്ടിൻ്റെ അടിക്ക് പോകാനിരുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് വധശ്രമം എന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതിലൊക്കെ പെടുന്നത്. അപ്പം എൻ്റെ മൊഴിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞു ഞങ്ങൾ വധശ്രമത്തിന് ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അതിൽ നിന്ന് മുമ്പേ ഞങ്ങളെ കൊല്ലും എന്നുള്ള ഇതിലാണ് വന്നുകൊണ്ട് അത്രയും ദേഷ്യത്തിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ മൊഴിയിലിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ട് ഇത് ഞങ്ങൾ എൻ്റെ സിസ്റ്ററാണ്, അവളുടെ വധശ്രമത്തിന് വന്നിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഒന്നും കൂടെ അത് FIR തിരുത്തിയിട്ട് വധശ്രമത്തിൽ നിന്ന് ഇടണം. പിന്നെ ഞങ്ങൾക്ക് നടുറോട്ടിൽ ഉണ്ടായിട്ടുള്ള മുഖത്തടിച്ച് അതിനും കേസ് ശക്തമായിട്ട് എടുക്കണം. പാലക്കാട് കൊല്ലങ്കോട്ട് 16-കാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി യുവാവ് തീ കൊളുത്തി. പിറന്നാളാണെന്ന് പറഞ്ഞാണ് കൊല്ലങ്കോട് കിഴക്കേ ഗ്രാമത്തിൽ ബാലസുബ്രഹ്മണ്യം എന്ന യുവാവ് പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചത്. 80% പൊള്ളലേറ്റ് ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നോൽ ഹരിദാസൻ വധക്കേസ് പ്രതി നിജിൽ ദാസിനെ രേഷ്മ വീട്ടിൽ ഒളിച്ചു താമസിപ്പിച്ചത് കുറ്റവാളിയാണെന്നറിഞ്ഞെന്ന് റിമാൻഡ് റിപ്പോർട്ട്. 1 വർഷമായി നിജിലിനെ അറിയാമെന്ന് രേഷ്മ മൊഴി നൽകി. വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വീട് നൽകുമ്പോൾ നിജിൽ ദാസ് പ്രതിയല്ലെന്ന് രേഷ്മയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി. രേഷ്മയുടേത് CPIM കുടുംബമെന്ന ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. രേഷ്മയ്ക്ക് RSS ബന്ധമാണെന്നും രേഷ്മയെ ജാമ്യത്തിലിറക്കിയത് BJP കൗൺസിലർ ഉൾപ്പെടെയുള്ളവരാണെന്നും MV ജയരാജൻ കോഴിക്കോട് പറഞ്ഞു. ഹരിദാസൻ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമായിരുന്നില്ലെന്നും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം BJPക്ക് മേൽ കെട്ടിവെക്കുകയായിരുന്നുവെന്നും സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. അന്തരിച്ച തിരക്കഥാകൃത്ത് ജോൺ പോളിന് വിട നൽകാൻ സാംസ്കാരിക കേരളം. സംസ്കാരം വൈകിട്ട് 4-ന് ഇളംകുളം സെന്റ് മേരീസ് ഫൊറോന കത്തീഡ്രൽ പള്ളിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ചവറ കൾച്ചറൽ സെന്ററിലെത്തിച്ചു. അന്ത്യാഞ്ജലി അർപ്പിച്ച് പ്രമുഖർ. ഞങ്ങൾ തമ്മിൽ വളരെ സുഹൃത്തുക്കളായിരുന്നു. പലപ്പോഴും ഞാൻ പറയുന്ന നേരം പോക്കുകൾ ഒന്ന് തിരുത്തി തന്ന് നല്ല നിലയിലാക്കി തന്നതിൽ വലിയൊരു പങ്ക് മിസ്റ്റർ ജോൺ പോളിനുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നെക്കാളും മുമ്പ് മിസ്റ്റർ ജോൺ പോൾ ഇവിടെ നിന്ന് പോകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാൻ അതിനേക്കാളും ബുദ്ധിമുട്ടിലാണ്. നമുക്കിത് കേട്ടപ്പോൾ തോന്നി ജോൺ പോളിൻ്റെ ഈ പറഞ്ഞതുപോലുള്ള വേർപാട് അത് ഞാൻ കേൾക്കേണ്ടി വന്നുവല്ലോ. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ് മിസ്റ്റർ ജോൺ പോൾ. ഒരുപാട് കാര്യങ്ങൾക്ക് മാർഗനിർദ്ദേശത്വം തന്നിട്ടുള്ള ആളായിരുന്നു. ഒരു ഗൈഡൻസ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് വിളിക്കാവുന്ന ഒരാളായിരുന്നു. നമ്മളുടെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു എൻസൈക്ലോപീഡിയ ആയിരുന്നു. എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുവായിരുന്നു. കൊച്ചിയിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. ഒരു സവിശേഷമായ ഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു ജോൺ പോൾ സാർ തിരക്കഥ എഴുതിയ സിനിമകൾ എന്നുള്ളത്. മലയാളവും നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് അമരത്വം നൽകുന്ന ചിത്രങ്ങളാണ് അവയോരോന്നും തന്നെ. സാനുവാഷിൻ്റെ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം ഒടുവിൽ കേന്ദ്രീകരിച്ചിരുന്നത്. വല്ലാത്തൊരു ബന്ധം മാഷും
അദ്ദേഹവും തമ്മിലുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഒടുവിൽ വിളിച്ചിരുന്നത്. ഞാൻ ലിസി ആശുപത്രിയിൽ വച്ച് ഒടുവിൽ അദ്ദേഹത്തെ കാണുമ്പോൾ കൈവിട്ടു പോകും എന്ന് കരുതിയിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് തിരിച്ചുവരവിൻ്റെ ഒരു പ്രതീക്ഷയുള്ള സന്ദർഭമായിരുന്നു. എൻ്റെ സിനിമാ ജീവിതത്തോളം തന്നെ പഴക്കമുണ്ട് ജോൺ പോൾ ചേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം. അദ്ദേഹം എഴുതിയ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന സായാഹ്നത്തിൻ്റെ സ്വപ്നവും ഇതിലെ ഇനിയും വരും അങ്ങനെയുള്ള നല്ല ചിത്രങ്ങളുടെ ഓർമ്മകളാണ് എനിക്കുള്ളത്. പല തരത്തിൽ നമ്മുടെ മനസ്സ് കീഴടക്കിയ ആളാണ്. കഥയെഴുത്തിലും അതേപോലെ തന്നെ പ്രഭാഷണത്തിലും മനുഷ്യസ്നേഹത്തിലുമൊക്കെ ഒരു വലിയ നഷ്ടം തന്നെയാണ് സിനിമാ രംഗത്തും കേരളത്തിനും. എനിക്ക് എൻ്റെ പേഴ്സണൽ ദുഃഖമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അങ്കിളുമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ അല്ലാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഏതാണ്ട് എല്ലാ മാസവും ഫോണിൽ ബന്ധപ്പെടുകയും സംസാരിക്കുകയും എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പോൾ ഞാൻ വിളിക്കുന്നത് അങ്കിളിനായിരുന്നു. അങ്കിൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു അറിവിൻ്റെ വിജ്ഞാനകോശമായിരുന്നു. RSS നേതാവ് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ 2 പേർ പോലീസിന്റെ പിടിയിൽ. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഇക്ബാൽ, ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഫയാസ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. കൊലയാളി സംഘത്തിലെ മറ്റ് 5 പേരെക്കുറിച്ചും കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് IG അശോക് യാദവ് പറഞ്ഞു. ഇന്നലെ നമ്മൾ മെയിൻ പ്ലാനർ, കോൺസ്പിറേറ്റർ ആൻഡ് എക്സിക്യൂഷണർ ഒരു ഇക്ബാൽ പിടിച്ചിട്ടുണ്ട്, കസ്റ്റഡിയിലാണ്. അത് ഇന്ന് നമ്മൾ അറസ്റ്റ് കാണിപ്പിക്കാം. One more person who was involved in conspiracy, Fayaz ഉണ്ട്. He is a relative also of Dubai. അദ്ദേഹം നമ്മൾ കസ്റ്റഡിയിലുണ്ട്. തിരുവല്ല ചാവൻകൂർ ഷുഗേഴ്സിലെ സ്പിരിറ്റ് മോഷണ കേസിൽ സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തു. ജനറൽ മാനേജറായിരുന്ന അലക്സ് പി എബ്രഹാമിനെയാണ് തിരിച്ചെടുത്തത്. പാലക്കാട് ചിറ്റൂർ മലബാർ ഡിസ്റ്റിലറിയിലാക്കിയാണ് പുതിയ നിയമനം. നിയമവിദ്യാർത്ഥിനി മോഫിയ പർവീണിന്റെ ആത്മഹത്യയിൽ സസ്പെൻഷൻ നേരിട്ട പോലീസ് ഇൻസ്പെക്ടർ CL സുധീറിനെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ച നടപടിക്കെതിരെ മോഫിയയുടെ പിതാവ് സസ്പെൻഷൻ പിൻവലിച്ചത് തെറ്റായ നടപടിയാണെന്ന് പിതാവ് ദിൽഷാദ് സലീം പറഞ്ഞു. മോഫിയയുടെ ആത്മഹത്യയിൽ CIക്ക് പങ്കുണ്ട്. ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്ന ആവശ്യം പരിഗണിച്ചില്ലെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും പിതാവ് ദിൽഷാദ് സലീം പറഞ്ഞു. സസ്പെൻഡ് ചെയ്ത് പോയ ആളാണ്. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ കഷ്ടി ഒരു 4 മാസമായിട്ടുള്ളൂ. എന്തിനാണ് അത് സസ്പെൻഡ് ചെയ്തതെന്നാണ് മനസ്സിലാവാത്തത് ഇതുവരെയായിട്ട്. അർത്തുങ്കൽ സ്റ്റേഷനിൽ ഇപ്പോൾ SHO ആയിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. ആ CIക്കെതിരെ ശരിക്കും ആത്മഹത്യാ പ്രേരണ കുറ്റം കൃത്യമായിട്ട് ചുമത്താനുള്ള വകുപ്പുണ്ട്. അതിലുപരി 166A എന്നുള്ളൊരു വകുപ്പും, അത് രണ്ടും ചുമത്താൻ പറ്റിയ ഒരാളാണ് സസ്പെൻഷനിൽ പോയിട്ട് തിരിച്ച് ജോലിക്ക് വന്നിരിക്കുന്നത്. CMൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. CMൻ്റെ അത് നേരത്തെ CM പറഞ്ഞിട്ടുണ്ടായിരുന്നു ശക്തമായ നടപടി ഉണ്ടാവുന്നു. പക്ഷെ ഇതാണ് നടപടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കോഴിക്കോട് പേരാമ്പ്രയിലുണ്ടായ വാഹനാപകടത്തിൽ അമ്മയും മകളും മരിച്ചു. നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാറിടിച്ചാണ് അപകടം. തിരുവത്തുപൊയിൽ സ്വദേശികളായ ശ്രീജയും മകൾ അഞ്ജനയുമാണ് മരിച്ചത്. പേരാമ്പ്രയിൽ നിന്ന് മേപ്പയൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു കുടുംബം. പരിക്കേറ്റ പിതാവ് സുരേഷ് ബാബുവിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശമ്പള പ്രതിസന്ധി തുടരുന്നതിനിടെ KSRTC MDയുടെ വിദേശയാത്രയ്ക്ക് സർക്കാർ പണം ചെലവാക്കുന്നതിൽ പ്രതിഷേധം. ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി സമരം ശക്തമാക്കാനാണ് യൂണിയനുകളുടെ തീരുമാനം. എല്ലാ കാലത്തും KSRTCക്കായി പണം മുടക്കാൻ സർക്കാരിനാകില്ലെന്ന് പറഞ്ഞ് മന്ത്രിയും കൈയൊഴിഞ്ഞതോടെ ആശങ്കയിലാണ് KSRTC ജീവനക്കാർ. കണ്ണൂർ സർവകലാശാലയിൽ ചോദ്യപേപ്പർ ആവർത്തിച്ചതിനെ തുടർന്ന് റദ്ദാക്കിയ പരീക്ഷകൾ അടുത്ത മാസം നടത്തുമെന്ന് കണ്ണൂർ സർവകലാശാല. 3ാം സെമസ്റ്റർ സൈക്കോളജി പരീക്ഷകളാണ് മെയിൽ നടത്തുക. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന പരീക്ഷാ കൺട്രോളർ അധ്യാപകർക്കെതിരെ നടപടിയുണ്ടാകും. വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ഗവർണറെ സമീപിക്കുമെന്ന പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. ചാൻസലർക്ക് പരാതി നൽകുമെന്നും KSU വ്യക്തമാക്കി. പരീക്ഷാ കൺട്രോളറെ പുറത്താക്കണമെന്നും KSU ആവശ്യപ്പെട്ടു. കണ്ണൂർ സർവകലാശാലയിൽ ചോദ്യപേപ്പർ ആവർത്തിച്ച വിഷയത്തിൽ ഇടപെടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം മികച്ചതാണ്, എന്നാൽ ഉന്നത വിദ്യാഭ്യാസം മോശമാണ്. സർവകലാശാലയിൽ ഉണ്ടായ വീഴ്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുത്തേ മതിയാകൂവെന്നും ഗവർണർ ഡൽഹിയിൽ പറഞ്ഞു. I don't know what to say. I can only recall what Professor CNR Rao has written, that the school system in Kerala is the topmost in the country, but higher education is in doldrums. And we have, this is sure sign of incompetence.
It's not a question of somebody must take the responsibility. What commission is going to do? Somebody must take moral responsibility if you are cancelling the examination. Thank you very much for informing me. When I go back, I'm going to look into this matter. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. കസ്റ്റംസ് 2.5 കോടി രൂപയുടെ സ്വർണം പിടിച്ചെടുത്തു. ഇറച്ചി മുറിക്കുന്ന യന്ത്രത്തിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. തൃക്കാക്കര സ്വദേശിയുടെ ഡ്രൈവറാണ് പിടിയിലായത്. സിറാജുദ്ദീൻ എന്നയാളാണ് തൃക്കാക്കര തുരുത്തേൽ എന്റർപ്രൈസസിന്റെ പേരിൽ കാർഗോ അയച്ചത്. കരിപ്പൂരിൽ വീണ്ടും പോലീസ് സ്വർണം പിടികൂടി. 851 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ആസിഫിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. പുലർച്ചെ 5-ന് അബുദാബിയിൽ നിന്നെത്തിയ യാത്രക്കാരൻ കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് പോലീസ് പരിശോധനയിൽ പിടിയിലായത്. ഗുളിക രൂപത്തിൽ വയറ്റിനുള്ളിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന തുടർച്ചയായ 21ാമത്തെ യാത്രക്കാരനിൽ നിന്നാണ് പോലീസ് സ്വർണം പിടികൂടുന്നത്. കോട്ടയം മേലുകാവ് അപകടത്തിൽ പരുക്കേറ്റ ഡ്രൈവർ മരിച്ചു. ജീപ്പ് ഡ്രൈവർ അതിരമ്പുഴ സ്വദേശി സതീഷാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. 20-ാം തീയതി പുലർച്ചെയാണ് മേലുകാവ് മറ്റത്തിനും പാണ്ഡ്യൻമാവിനും ഇടയിൽ വാഹനം അപകടമുണ്ടായത്. കോട്ടയത്ത് നിന്ന് മംഗളം പത്രം കൊണ്ട് കാഞ്ഞിരം കവലയ്ക്ക് പോയ ജീപ്പും ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുക്കാൻ വാട്സാപ്പ് സന്ദേശം അയച്ച സംഭവത്തിൽ ADS ചെയർപേഴ്സണെതിരെ നടപടിയുണ്ടാകില്ല. പത്തനംതിട്ട ജില്ലാ കുടുംബശ്രീ മിഷന്റേതാണ് തീരുമാനം. സെക്രട്ടറി തെറ്റ് തിരിച്ചറിഞ്ഞുവെന്ന് വിശദീകരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയി. ഇന്ന് പുലർച്ചെയാണ് മുഖ്യമന്ത്രി US-ലേക്ക് പുറപ്പെട്ടത്. 18 ദിവസത്തേക്കാണ് യാത്ര. US-ൽ മിനസോട്ടയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി ചികിത്സ നടത്തുന്നത്. ചികിത്സ കഴിഞ്ഞ് മെയ് 10-ഓടെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെത്തും. ഇത് 3-ാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ മറ്റാർക്കും പകരം ചുമതല നൽകിയിട്ടില്ല. 27-ാം തീയതി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി US-ൽ നിന്നും ഓൺലൈനായി പങ്കെടുക്കും. 2018-ലാണ് മുഖ്യമന്ത്രി ആദ്യമായി ചികിത്സയ്ക്ക് പോയത്. പിന്നീട് ഈ വർഷം ജനുവരിയിലും ചികിത്സയ്ക്ക് പോയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീരിലെത്തി. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് സന്ദർശനം. 370-ാം വകുപ്പ് പിൻവലിച്ചതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി കശ്മീരിലെത്തുന്നത്. പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 20,000 കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ സമാധാന മാർച്ച്. സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കുന്നതിനായാണ് സംഘർഷം നടന്ന മേഖലയിൽ ഇരുവിഭാഗങ്ങൾ സംയുക്തമായി സമാധാന മാർച്ച് നടത്തുന്നത്. സമാധാന മാർച്ചിന് പിന്നാലെ സ്ഥിതിഗതികൾ വിലയിരുത്തി മേഖലയിലെ നിയന്ത്രണങ്ങൾ പോലീസ് നീക്കും. സ്ഥലത്തെ കടുത്ത നിയന്ത്രണങ്ങൾ നീക്കണമെന്ന് വിവിധ സമുദായ പ്രതിനിധികൾ പോലീസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനിടെ കേസിലെ മുഖ്യപ്രതിയായ അൻസാറിനെതിരെ ED അന്വേഷണം ഊർജിതമാക്കി. അൻസാറിന്റെ സ്വത്തുക്കളും സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിലുണ്ട്. രാജ്യത്തെ കോവിഡ് സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു. ബുധനാഴ്ചയാണ് യോഗം. കോവിഡ് പ്രതിരോധവും മുൻകരുതലുകളും ചർച്ചയാകും. ഡൽഹിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതും കുട്ടികളുടെ വാക്സിനേഷൻ നടപടികളും ചർച്ചയാകും. പ്രിയങ്ക ഗാന്ധിക്കെതിരെ യെസ് ബാങ്ക് സഹസ്ഥാപകൻ റാണ കപൂറിന്റെ മൊഴി. 2 കോടി രൂപയ്ക്ക് MF ഹുസൈന്റെ ചിത്രം വാങ്ങാൻ നിർബന്ധിച്ചു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകി. പത്മഭൂഷൺ നൽകാമെന്ന് പ്രിയങ്ക വാഗ്ദാനം നൽകിയതായും റാണ കപൂർ. ED ഫയൽ ചെയ്ത 2ാം കുറ്റപത്രത്തിലാണ് റാണ കപൂറിന്റെ മൊഴി സംബന്ധിച്ച പരാമർശം. തിരുവനന്തപുരം കരിച്ചാറയിൽ സിൽവർ ലൈൻ പ്രതിഷേധക്കാരെ ചവിട്ടിയതിന് നടപടി നേരിട്ട പോലീസുകാരനെതിരെ വകുപ്പ് തല അന്വേഷണം തുടരും. മംഗലപുരം സ്റ്റേഷനിലെ CPO ചന്തവിള സ്വദേശി ഷബീറിനെ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. തിരുവനന്തപുരം റൂറൽ SP ആണ് നടപടിയെടുത്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഷബീർ പ്രതിഷേധക്കാരെ ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതിനിടെ ഷബീർ സമരക്കാരുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. മുൻപും നിരവധി തവണ നടപടി നേരിട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷബീർ. ഇയാളെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ തുടക്കം മുതലുള്ള ആരോപണം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ഇടിയും മിന്നലും ഉണ്ടാകും. തെക്കൻ മധ്യ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കും. ഒരിടത്തും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. ശ്രീലങ്കയ്ക്ക് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണം. മഴയുണ്ടാകുമെങ്കിലും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീരിലെത്തി. आज मैं इस मंच से कहना चाहता हूँ, पूरी तरह से पारदर्शी व्यवस्था के तहत वो पहले का जमाना चला गया जब सिफारिश के आधार पर लोगों को नौकरी मिलती थी, और आज 12,000 लोगों को हम नौकरी दे चुके हैं और मोटे तौर पर 9,278 पदों की प्रक्रिया भी हमने पूरी कर ली है। वो नियुक्ति पत्र भी हम शीघ्र देने वाले हैं। मुझे याद है इसी सांबा की एक बेटी नेहा शर्मा मेरे पास आई थी। उसने कहा कि मेरे पिता तो ठेला लगाते हैं, मैंने जीवन में सोचा ही नहीं था कि जम्मू कश्मीर में भी हमें नौकरी मिल सकती है। ये व्यवस्था मैं समझता हूं कि सामान्य आदमी के लिए, सामान्य नौजवान के लिए तैयार की गई। मिशन यूथ के अंतर्गत 1,40,000 युवा बच्चों और बच्चियों को 1 साल के भीतर उद्यमी बनाने में हमने सफलता पाई है। 4290 पंचायतों में हमने यूथ क्लब बनाए हैं। सभी पंचायतों में स्पोर्ट्स फील्ड बनाने में हमें सफलता मिली है। नेशनल रूरल लाइवलीहुड मिशन के अंतर्गत 56,000 सेल्फ हेल्प ग्रुप बना करके 5 लाख महिलाओं को പ്രധാനമന്ത്രി रोजगार से ജമ്മുകശ്മീരിലെത്തി. जोड़ने 370 വകുപ്പ് പിൻവലിച്ചതിനു ശേഷം ആദ്യമായാണ് സന്ദർശനം. പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 20,000 കോടിയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അധിനിവേശത്തിന്റെ 60ാം ദിനത്തിലും യുക്രൈനിൽ ആക്രമണം ശക്തമാക്കി റഷ്യ. ഒഡേസയിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും പ്രതിരോധ സെക്രട്ടറിയും ഇന്ന് യുക്രൈനിലെത്തുമെന്ന് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ക്രൈംബ്രാഞ്ച് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേർ പ്രതിപട്ടികയിലുണ്ടെന്ന് സൂചന. അന്വേഷണം തുടങ്ങി 10 മാസത്തിന് ശേഷമാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നത്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കെ സുന്ദരയ്ക്ക് ബി.ജെ.പി. നേതാക്കൾ പണം നൽകി സ്വാധീനിച്ചെന്നാണ് കേസ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ് തീരുമാനം. 3 MLA-മാർ ഉൾപ്പെടെ 11 നേതാക്കൾക്ക് മണ്ഡലത്തിന്റെ ചുമതല വീതിച്ചു നൽകി. ഇന്നലെ ചേർന്ന കോൺഗ്രസ് ജില്ലാ നേതൃയോഗത്തിന്റേതാണ് തീരുമാനം. അൻവർ സാദത്ത്, TJ വിനോദ്, റോജി എം ജോൺ എന്നീ MLA-മാർക്കാണ് പ്രധാന ചുമതല. സംസ്ഥാനത്ത് വ്യാജ പോക്സോ കേസുകൾ വർദ്ധിക്കുന്നതായി നിയമവിദഗ്ധർ. 5 വർഷത്തിനിടയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 6,939 പോക്സോ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് 312 പേർ മാത്രം. വ്യാജ പോക്സോ കേസുകളിൽ കോടതികൾ ജാഗ്രത പാലിക്കണമെന്ന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശവും ഫലം കണ്ടില്ല. പോക്സോ കേസുകൾ വളരെയധികമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും പോക്സോ കുറ്റകൃത്യങ്ങൾ വളരെയധികമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുമുണ്ട്. പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിൽ മുഴുവനും തന്നെ അല്ലെങ്കിൽ ഒരു 90% തന്നെ വ്യാജമായ പോക്സോ കേസുകളാണ്, അല്ലെങ്കിൽ പോക്സോ നിയമത്തിൻ്റെ ദുരുപയോഗമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കവർച്ചാ കേസുകളുള്ള പ്രതിയെ കൽപ്പറ്റ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വേങ്ങര സ്വദേശി അബ്ദുൾ ഹമീദാണ് അറസ്റ്റിലായത്. മംഗലാപുരത്ത് ഒളിവിൽ കഴിയവെയാണ് അറസ്റ്റ്. സ്ത്രീകളോട് സൗഹൃദം സ്ഥാപിച്ച വിവിധ ലോഡ്ജുകളിൽ എത്തിച്ച ശേഷം പണവും സ്വർണവും അപഹരിച്ച് മുങ്ങുകയാണ് പതിവ്. കൽപ്പറ്റയിൽ ഒരു സ്ത്രീയിൽ നിന്നും 12 പവൻ സ്വർണം അപഹരിച്ച കേസിലെ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇയാളെ കൽപ്പറ്റയിലെ ലോഡ്ജിൽ എത്തിച്ച് തെളിവെടുത്തു. സംസ്ഥാനത്ത് 18 പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ സമാന കേസുകൾ നിലവിലുണ്ട്. എറണാകുളത്ത് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്ത് ഗായിക മഞ്ചരിയും പിതാവ് ബാബു രാജേന്ദ്രനും. ഫ്ലവേഴ്സ് ഒരു കോടിയിൽ മത്സരാർത്ഥിയായി എത്തിയ കുമ്പളത്ത് ഫാസ്ടാഗ് വിൽപ്പന നടത്തിയിരുന്ന ഷെഹർ നമാന്റെ അഭ്യർത്ഥനയെ തുടർന്ന് മഞ്ചരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു സ്കൂൾ കിറ്റ് വിതരണം. പത്തനംതിട്ടയിലെ മൈലപ്ര ബാങ്കിൽ നിന്ന് അനധികൃതമായി 29 കോടി രൂപ ലോൺ നൽകിയ ഗോതമ്പ് പൊടി നിർമ്മാണ ഫാക്ടറി അടച്ചുപൂട്ടി. ബാങ്കിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു എന്ന പേരിൽ കോടികൾ കൈപ്പറ്റിയ സ്ഥാപനം നിലവിൽ 40 കോടി രൂപയാണ് തിരികെ അടയ്ക്കാനുള്ളത്. പ്രതിസന്ധി തുടങ്ങുന്നതിന് മുൻപ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി രജിസ്റ്റർ ചെയ്ത കമ്പനിയിൽ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റേഴ്സിനെ പോലും പ്രവേശിപ്പിച്ചിരുന്നില്ല. കടുവ ഭീതിയിൽ തലയാട് കട്ടിപ്പാറ നിവാസികൾ. ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം പതിവായതാണ് പ്രദേശവാസികളെ ഭീതിയിലാക്കിയത്. കട്ടിപ്പാറ അങ്ങാടിക്ക് സമീപം റോഡരികിലാണ് ഇത്തവണ കടുവയെ കണ്ടത്. ഞാൻ ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ റോഡിൻ്റെ മുകളിലുണ്ട് പുലി നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ട് ഓടിക്കയറിയാ, ഇവിടെ ലൈറ്റ് കൊണ്ട് ഓടിക്കയറിയാന്ന് പറയുന്നത്. പുലി എന്നാന്ന് ഉറപ്പിച്ച് പറയുന്നു. നായല്ല കുറുക്കന. ഞങ്ങൾക്ക് എന്നോട് തിരിച്ചു മറിച്ച് ചോദിച്ചു, നായും കുറുക്കനെന്നല്ല പുലി എന്നാന്ന് ഉറപ്പിച്ച് പറഞ്ഞു. പുള്ളിയുള്ള സാധനമെന്ന് പറയുന്നു. കൊല്ലം മൺട്രോം തുരുത്തിൽ ഫോൾഡിംഗ് ബോട്ട് ചെട്ടി അപ്രത്യക്ഷമായതായി പരാതി. ഇതോടെ മൺട്രോം തുരുത്തിൽ ബോട്ടും ഷിക്കാറ് വള്ളങ്ങളും അടുപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് ആരോപണം. മൺട്രോം തുരുത്തിലെ ടൂറിസത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണിതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു.
ഒരു ദിവസം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ സേഫ്റ്റിയാണോ വലുത് അതോ ചാമ്പ്രാണിക്കോടിയാണോ? ഇതിൽ പിന്നിൽ ആരോ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ 8 വർഷം കൊണ്ട് കിടക്കുന്ന ഒരു ജെട്ടി എങ്ങനെ പോയി വിടുന്നത്? അത് ആരോട് ചോദിച്ചു, എങ്ങനെ ചോദിച്ചു, പോയെന്നൊന്നും അറിയത്തില്ല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.